ഇനി ഇതിൽ റോൾസ് റോയ്സിൽ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം. റോൾസ് റോയ്സ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അതിൻ്റെ മൂൺ ലാമ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള എറ്റിയോസ് ലിവ എന്ന് പറയുന്ന ഈ വാഹനത്തിൽ മൂൺ ലാമ്പ് എന്ന് പറയുന്നതും ഒരു ഹൈലൈറ്റാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറ്റിയോസ് ലിവ എന്ന് പറയുന്ന 2015 മോഡൽ വാഹനത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അൾട്രേഷൻ നടത്തിയ വാഹനത്തെയാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ എറ്റിയോസ് ലിവ എന്ന് പറയുന്ന മോഡൽ. പക്ഷേ ഇത് എറ്റിയോസ് ലിവ എന്നൊരിക്കലും പറയാൻ കഴിയില്ല, കാരണം അത്രമാത്രം മാറ്റങ്ങൾ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അതിലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വരുത്തിയിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, പകരം ഒരുപാട് ഫീച്ചറുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തെ പൂർണ്ണമായിട്ടും പരിചയപ്പെടാൻ പോവുകയാണ്. കാരണം ഇങ്ങനൊരു വണ്ടി ഒരു പക്ഷേ ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല, ഇതേപോലൊരു ലിവ എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, കാണുമ്പോൾ ഇതൊരു എറ്റിയോസ് ലിവയാണെങ്കിലും എവിടെയൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹുഡിൽ നമുക്കൊരു TRD ലോഗോ കാണാൻ കഴിയും. ഒരു TRD കിറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ഗ്രീൻ കളറാണ്. ഗ്രാഫിക്സ് കയറിയിട്ടുണ്ട്, ബ്ലാക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് DRL ഉണ്ട്. അതിന് ചുറ്റും DRL കൊടുത്തിട്ട് ഇവിടെ ഒരു DRL കാണാം. ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റർ പോലെ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹെഡ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇങ്ങനൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് അല്ല ശരിക്കും എറ്റിയോസ് ലിവൻ്റെ അകത്ത് വരുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹെഡ് ലാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് ലാമ്പിനെ പൂർണ്ണമായിട്ടും നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്ലോറിലും ഒരു ലാമ്പ് ഉണ്ട്, അതിനെയും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീലാർക്ക് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം, അതിന് ചുറ്റും ഒരു റെഡ് എലമെൻ്റ് ഉണ്ടോ, അതൊരു ലാമ്പാണ്. ഫോഗ് ലാമ്പ് നോർമൽ സിറ്റുവേഷനിൽ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്കൊരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ലിപ്സ് പോലെ ഉണ്ടോ, കാർബൺ ഫൈബർ ഹൈഡ്രോഡിപ്പ് ചെയ്താണ്. അവിടെ നിന്നൊരു ഭാഗമൊക്കെ നമ്മൾ എയർ ഡാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എയർ ഡാമിൻ്റെ അകത്ത് ഇവിടെ ഒരു ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെയൊക്കെ അടിയൊക്കെ തട്ടാനൊരു ചാൻസ് ഉണ്ടല്ലോ ഗട്ടറൊക്കെ ചാടുമ്പോൾ, അപ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു TRD എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അവിടെ ടൊയോട്ടയുടെ ലോഗോയിൽ ഒരു ഫ്രണ്ട് ക്യാമറ കാണാം. ലാൻഡ് ക്രൂയിസറിലൊക്കെ വരുന്ന തരത്തിൽ ആ ഒരു ടൊയോട്ടയുടെ ലോഗോയുടെ ആ ഒരു ഡിസൈനിൽ തന്നെയുള്ള ഒരു ക്യാമറ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. അതും നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് വാഹനം എറ്റിയോസ് ലിവ ആണെങ്കിൽ പോലും വേറെ ഒരു ലുക്കിൽ ഈ ഒരു വാഹനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ല രസകരമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ പലരും നമ്മൾ പല വാഹനങ്ങളും ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബോറായിട്ട് ചെയ്തു എന്നൊരു കോൺസെപ്റ്റ് പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 2015 മോഡൽ ഡീസൽ എഞ്ചിൻ എറ്റിയോസ് ലിവയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയേണ്ടി വരും, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത്. കാരണം അത്രയും ലുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ച് അലോയ് വീലാണ്. 10Gയുടെ സ്റ്റോക്ക് വീലല്ല, മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. 205/40 എന്നുള്ള ആ ഒരു സൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്രോം സറൗണ്ട്സും അതിനകത്ത് ആ അലോയ് വീലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള കേട്ടോ, നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. വീലാർക്കുകൾ എക്സ്ട്രാ ചെയ്തത് അത് നല്ല രസകരമായിട്ട്, അതായത് ആ കളറിൽ തന്നെ എന്നാൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. TRDയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇതൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമാണ്. ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ധാരാളം കാണാം. സൈഡ് വ്യൂ മിറർ ഹൈഡ്രോഡിപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ട കാർബൺ ഫൈബറായിട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓണറുടെ ഇൻസ്റ്റാഗ്രാം ID ആണ്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഷഹീൽ കൊച്ചു എന്നാണ്. അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. ഹൈഡ്രോ ഡിപ്പ് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. ഓണറെ ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു വീലാർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു സൺറൂഫ് കൂടി വാഹനത്തിനകത്തുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോക്സ് വാഗണിൻ്റെ പസാത്ത് എന്ന് പറയുന്ന മോഡലിൻ്റെ സൺറൂഫാണ് വരുന്നത്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ഇൻറ്റീരിയർ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈൻ കണ്ടോ, അതും ആഫ്റ്റർ മാർക്കറ്റാണ്. ഒരു പ്രത്യേക രസത്തിൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. HTRZ മോഡ്സ് എന്നുണ്ട്, അവരുടെ ഷോപ്പിൻ്റെ ബാഡ്ജാണ്, പെരിന്തൽമണ്ണയുള്ളതാണ്. ഇവിടെ പീറ്റ് സ്റ്റൂണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. അതായത് അവരാണ് ഈ വാഹനത്തെ റീമാപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ജാപ്പനീസ് സ്പെക്കാണ്. അതുകൊണ്ട് തന്നെ കീപ് കാം ആൻഡ് ലവ് JDM എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ്ങും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ്, ഇതൊരു ഫേക്ക് എക്സോസ്റ്റ് ആണ്, അതായത് ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. താഴെയാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള എക്സോസ്റ്റ് കാണാൻ കഴിയുക.
കൊള്ളാം. ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു എത്തിയോസ് ലിവ തന്നെ ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീല് മാറിയതുകൊണ്ട് കുറച്ചുകൂടി വലിയ ഒരു വാഹനമായിട്ട് വിടുത്ത് കൂടിയ പോലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ സ്പോയിലർ കാണാം, ബ്ലാക്ക് ഫിനിഷിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ TRD സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ കാണാം. ഇത്രയൊക്കെ തന്നെ പ്രധാനമായിട്ടും പുറത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. എന്നാൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് അകത്താണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ ഫെസിലിറ്റി അടക്കം നമുക്ക് അകത്തുണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ഭംഗി മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ. ഈ ഒരു ലെമൺ ഗ്രീൻ്റെ ബോഡി കളറും അതുപോലെ തന്നെ ആ ഒരു റെഡ് ഇൻറ്റീരിയറും കൂടി ഒരു സ്പോർട്സ് വാഹനമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്ക് തന്നെ എന്ന് പറയാം. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടോ റെഡ് കംപ്ലീറ്റ് നമ്മളിതിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. സാധാരണ എറ്റിയോസ് ലിവ അല്ല എന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. മ്യൂസിക് സിസ്റ്റം, പവർ വിൻഡോ കൺട്രോളൊക്കെ ഇവിടെ കാണാം. അതൊക്കെ റെഡ് കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഭാഗമാണ്. ഇവിടെ നമുക്കൊരു ചെറിയ പോക്കറ്റും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാണാം. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. സീറ്റ് നമ്മൾ പല സ്പോർട്സ് വാഹനങ്ങളിലും അതായത് ഫെറാറിയിലൊക്കെ കണ്ട തരത്തിലുള്ളൊരു സീറ്റാണ്. ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പനി സീറ്റ് തന്നെ കസ്റ്റമൈസേഷൻ ചെയ്തതാണ്. അതായത് വേറെ സീറ്റ് വാങ്ങി സെറ്റ് ചെയ്തതല്ല, കമ്പനി സീറ്റിനെ തന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതാണ് എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ കണ്ടോ. ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇരുന്ന് നോക്കേണ്ടതുണ്ട്. സീറ്റിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പല സ്പോർട്സ് വാഹനങ്ങളിലും കണ്ടിട്ടുള്ള അതേ സ്പോർട്സ് സീറ്റ് എന്ന് തന്നെ പറയാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്ലൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് നമുക്കിതിൻ്റെ അകത്തൊന്ന് കയറിയിരിക്കാം. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എറ്റിയോസ് ലിവയുടെ ഇൻസൈഡ് ഭാഗം, അതായത് ഇൻറ്റീരിയർ. എത്രമാത്രം മാറ്റങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ എറ്റിയോസ് ലിവയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, AC കൺട്രോള്, AC വെൻറ്റുകൾ, താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇനി മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം. ഒന്ന്, കളറ് കംപ്ലീറ്റ് നമ്മൾ ബോഡി കളർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് സ്പോർട്സ് വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഗേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാട്ടർ ടെമ്പറേച്ചറിൻ്റെതാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഓയിൽ ടെമ്പറേച്ചർ, ഒന്ന് വോൾട്ട്, അത് മൂന്നിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു മീറ്റർ ഉണ്ട്, അത് RPM മീറ്ററും സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് RPMൻ്റെ റെഡ് അലാമുള്ള സംഭവം, അതായത് ഗിയർ ഷിഫ്റ്റിൻ്റെ സമയമായാലും അറിയിക്കാനുള്ളത്. ഇവിടെ നമുക്കൊരു എറ്റിയോസ് ലിവയുടെ മിനിയേച്ചർ ഉണ്ട്. ഇത് ശരിക്കും ഇവർക്ക് ഷോറൂം ഗിഫ്റ്റ് ചെയ്താണ്. റിയൽ കളറിലുള്ള എറ്റിയോസ് ലിവയുടെ റിയൽ മിനിയേച്ചർ. ഇത് ടൊയോട്ടയുടെ തന്നെ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ പല വാഹനങ്ങളിലും അത് കാണാൻ സാധ്യത കുറവാണ്, ഇവർ പിന്നെ ചെയ്തതാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സൺറൂഫ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ സൺറൂഫിൻ്റെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഈ വാഹനം ആദ്യം ഒരു മാറ്റ് കളറിലുണ്ടായിരുന്നു, പിന്നീട് ലെമൺ ഗ്രീൻ കളറിലേക്ക് മാറ്റിയതാണ്. സ്റ്റിയറിംഗ് വീല് റെഡും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്പോർട്സ് കളറിൻ്റെ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഹോൺ വരുന്നത്, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോർമൽ ഗതിയിൽ വരുന്നത്. ഗ്ലോ ബോക്സ് അതൊക്കെ സാധാരണ ഗതിയിൽ, പക്ഷേ ഈ കളറൊക്കെ കാര്യമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ട്രാൻസ്മിഷൻ ഉണ്ടോ, ട്രാൻസ്മിഷനും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലേക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ ഡിസൈനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിലൊന്നും കാര്യമായ ചേഞ്ചസ് നമുക്ക് പറയാനില്ല. സീറ്റ് ഉണ്ടോ. ഇനി ഇതിൽ റോൾസ് റോയ്സിൽ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്, അതാണ് നമ്മുടെ മൂൺ ലാമ്പ്. അങ്ങനെയുണ്ട്, അങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും ഉണ്ടോ. മൂൺ റൂഫ് എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റോൾസ് റോയ്സിലുള്ളൊരു സംഭവമാണ്. എനിക്കത് റോൾസ് റോയ്സിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ റോൾസ് റോയ്സ് റിവ്യൂ ചെയ്ത സമയത്ത് ആ റോൾസ് റോയ്സിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്. സെയിം തന്നെയാണ് റോൾസ് റോയ്സിൽ വന്നിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൺറൂഫ് എന്തില്ലാത്തത്, വർക്ക് ചെയ്യാത്തത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് സൺറൂഫ് ഉണ്ട്, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന സൺറൂഫാണ്, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഈ മൂൺ റൂഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിമോട്ട് ഉണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കളറുകൾ ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ ഗ്രീനാണുള്ളത്, റെഡ് ആയി ഉണ്ടോ. ഇനി ഞാൻ യെല്ലോ നോക്കിയാൽ യെല്ലോ ആയി ഉണ്ടോ. അങ്ങനെ മാറ്റാവുന്നൊരു ഫംഗ്ഷൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കാണാം. ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലാഷ് ലാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മോഡുകളിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്ലാഷ് ലാമ്പാണത്. അതിൻ്റെ കൺട്രോള് ഇവിടെ
ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്കൊരു മൂഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള അതേപോലെ തന്നെ ഒരു LED മൂഡ് ലാമ്പാണ്. കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു വാഹനം, നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഹൈലൈറ്റും ഉണ്ട്. കൊള്ളാം. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് പോയി നോക്കാം. ഇനി നമ്മൾ ബാക്കിലത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു റെഡ് ഇൻറ്റീരിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. പവർ വിൻഡോ കൺട്രോൾ ഇവിടെയുണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, മ്യൂസിക് സിസ്റ്റം ബാക്കിൽ മിസ്സിംഗ് ആണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് കാറിൻ്റെ ഡിസൈനിൽ ഒരു പില്ലോ കാണാം, ടയറൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നെക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടോ, ടെർബോ ഡിസൈനിലാണ്. കൊള്ളാം. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു റെഡ് സീറ്റ് ലെതർ ഫിനിഷോട് കൂടി വന്നിട്ടുള്ളതാണ്. കയറിയിരുന്ന് നോക്കാം. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു 5 വിരലിൻ്റെ ഗ്യാപ്പ് എന്ന് പറയാം. നേരത്തെ എത്തിയോസ് ലിവയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. ഈ സീറ്റിൻ്റെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. അതായത് നമ്മൾ ആ സീറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഒരു ഫീലുണ്ട്. മുൺറൂഫിൻ്റെ ഭാഗം കണ്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഫീൽ ചെയ്തു. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഒരു വെന്റിലേഷൻ പോലത്തെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ സീറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. 3 ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കാം. ഇവിടെയും നമുക്ക് ഹെഡ് റെസ്റ്റ് ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള സെറ്റപ്പിലാണ്. ഒരു എക്സ്ട്രാ പില്ലോ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്കൊക്കെ ആ ഒരു മൂൺ റൂഫിൻ്റെ ഭാഗം ഇങ്ങനെ നീണ്ട് നിവർന്ന് നിൽക്കുന്നുണ്ട്. കൊള്ളാം. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കോക്പിറ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ഒരു റോൾസ് റോയ്സിൻ്റെ ഫീച്ചറുകളുള്ള ഒരു എറ്റിയോസ് ലിവ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, ആരാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളത്. ആ ഓണറാണ് നമ്മളുടെ കൂടെ ഉള്ളത്, ഷഹീൽ കൊച്ചു. ഷഹീൽക്ക എന്നാണ് പേര്. പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ കൊടുത്തിട്ടല്ലേ HTRZ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് കണ്ടില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നു. നമുക്ക് കൂടുതൽ വിശേഷം ഷഹീൽക്കാനോട് തന്നെ ചോദിക്കാം. ഷഹീൽക്ക, സ്വാഗതം. അപ്പോൾ ഒരു എത്തിയോസ് ലിവ അല്ലേ, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു കാരണം? അതായത് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ ഇത്രയും വലിയൊരു, ഏകദേശം എത്ര രൂപ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിയത്? ഇത് ശരിക്കും പറയാൻ ഇതിപ്പോ നമ്മുടെ 2ാമത്തെ ലീവാണ് അല്ലേ. അപ്പോ ഒരു താല്പര്യല്ലേ, ടൊയോട്ടനോട് വണ്ടി ക്രേസ് ആണ്. അപ്പൊ ഏകദേശം ഇപ്പൊ ഇതൊരു 2015 ആണ് വണ്ടി അല്ലേ. അതെ. അപ്പോ അവിടെ തൊട്ട് ഞങ്ങൾ മോഡിഫൈ ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടാവും. 4 ലക്ഷം. ശരിക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, എന്തായിരുന്നു? ആ ചെറുപ്പം തൊട്ടേ ഈ ഒരു ഭ്രാന്താണല്ലോ, വണ്ടി ഭ്രാന്ത്. അതെ അതെ. ഓക്കെ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പൊ എന്തൊക്കെ അവാർഡാണ് ശരിക്കും ഈ ഒരു വണ്ടി കിട്ടിയത്? അല്ല, അങ്ങനല്ല. അതായത് ടൊയോട്ട എറ്റിയോസ് ലിവ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണ. അപ്പൊ അതിന്റെ പല റിവ്യൂ, പിന്നെ ഷോറൂം ഡിസ്പ്ലേസ്, അപ്പൊ അങ്ങനെ ബെസ്റ്റ് ലിവ എന്നുള്ള, പിന്നെ ഒരുപാട് ഓട്ടോ ഷോസ് ലൈക്ക് ബാംഗ്ലൂർ, പിന്നെ തമിഴ്നാടാണെങ്കിലും കേരളത്തിലെ എല്ലാ ഏരിയയിലും, കോഴിക്കോട്, അതേപോലെ കാസർഗോഡ്, തിരുവനന്തപുരം, എല്ലാം അറ്റൻഡ് ചെയ്താ. ഇതിപ്പോ നമ്മള് ഫസ്റ്റ് വണ്ടി വാങ്ങിച്ചപ്പോ ബ്ലാക്ക് കളറായിരുന്നു, സെലസ്റ്റിയൽ ബ്ലാക്ക്, പിന്നെ മാറ്റ് ബ്ലാക്ക് ആയി, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ലെമൺ ഗ്രീൻ. അതെ. ഈ ഡെമോ ഉണ്ടല്ലേ, മിനിയേച്ചർ, ഇതൊക്കെ ടൊയോട്ട ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അതെ അതെ അതെ. അത് ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ഞാൻ മാറ്റ് ബ്ലാക്ക് ആയപ്പോ മാറ്റ് ബ്ലാക്ക് ചെയ്തു, ഇപ്പൊ ലെമൺ ഗ്രീൻ ആയപ്പോ ലെമൺ ഗ്രീൻ. അതെ. അപ്പൊ അതാണ് സംഭവം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രൈസ് ആണ് അല്ലേ. ആ ഒരു ക്രൈസ്, ഷഹീൽ ഖാന്റെ ആ ഒരു ക്രൈസ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയധികം മാറ്റങ്ങൾ ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊന്ന് പരിചയപ്പെടണം എന്ന് വിചാരിച്ച് നടക്കായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വാഹനത്തിനകത്ത് കണ്ടു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ അല്ല, നേരെ മറിച്ച് ഇത്രയും ഫീച്ചേഴ്സുകളുള്ള ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുക എന്നുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.